എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് പഠിച്ചു വന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൗസ് ഹോൾഡ് സർക്യൂട്ടിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ ചിത്രങ്ങളാണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ല? ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു പ്ലഗ് പോയിന്റിലേക്ക് കുറേ സർക്യൂട്ട് അല്ലെങ്കിൽ കുറേ കണക്ഷൻസ് കൊടുത്തിരിക്കുന്നതിൽ ഒരെണ്ണമാണ് ഇവിടെ പോയിന്റ്. അതിലേക്കാണ് ഇത്ര എണ്ണം കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ഇങ്ങനെ തീപിടുത്തം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് അല്ലേ? ഷോർട്ട് സർക്യൂട്ട് മൂലം എന്താണ് തീപിടുത്തം, വലിയ വലിയ കടകളൊക്കെ കത്തിപ്പോവാന്ന് കേട്ടിട്ടില്ലേ? അപ്പം വലിയ വലിയ തീപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് ഒരു സർക്യൂട്ടിൽ എന്താണ് അമിതമായിട്ട് ഓവറായിട്ട് കറണ്ട് അവിടെ ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്, വൈദ്യുതപ്രവാഹം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമിതമായിട്ട് വൈദ്യുതപ്രവാഹം ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ആണ് ഈ രണ്ട് സിറ്റുവേഷൻസ്. ആദ്യത്തെ കൊടുത്തിരിക്കുന്ന ഓവർലോഡിങ് ആണ് കേട്ടോ. അതിൽ വഹിക്കാൻ പറ്റാവുന്നതിനേക്കാളും കൂടുതലായിട്ട് ലോഡ് വരുവാണ്, ഓവർലോഡിങ് വരുവാണ് അല്ല. ഒരു സർക്യൂട്ടിൽ ഒരു എന്താണ് അതിന് പറ്റുന്ന ഒരു അനുവദനീയമായിട്ടുള്ള ഒരു രീതിയിലുണ്ടായിരിക്കാം, അതിൽ കൂടുതലായിട്ട് വരുവാണ്, അതാണ് ഓവർലോഡിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്തതാണ് ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തം ഉണ്ടാകുന്നത്. എപ്പോഴും കേൾക്കുന്ന കാര്യമാണല്ലേ? അപ്പോൾ എന്താണ് ഈ ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും എന്തുദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ബാറ്ററി എടുക്കുക. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുണ്ട്, നെഗറ്റീവ് ടെർമിനലുണ്ട്. ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കോണ്ടാക്റ്റ് വരുവാന്ന് വിചാരിച്ചു. നമ്മുടെ സർക്യൂട്ടിൽ ഇങ്ങനെയാണല്ലോ വരുന്നത്. പക്ഷേ ഇത് തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായാൽ നമ്മൾ ബാറ്ററിയുടെ കാര്യങ്ങൾ പഠിച്ചതാണ് അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഇൻസുലേറ്റർ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഇൻസുലേഷൻ ഒന്നും ഇല്ലാതെ കോണ്ടാക്റ്റ് വരുമോ? അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സപ്ലൈ ഉണ്ടല്ലോ, സപ്ലൈയുടെ ഫ്യൂസ് വയർ ഉണ്ടല്ലോ, AC മെയിൻ ഉണ്ടല്ലോ, ആ AC മെയിൻസ് തമ്മിൽ കോണ്ടാക്റ്റ് വരിക. മനസ്സിലാവുന്ന പറഞ്ഞു. AC മെയിനിലെ രണ്ട് വയറുകൾ തമ്മിൽ കോണ്ടാക്റ്റ് വരുമോ അല്ലെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കോണ്ടാക്റ്റ് വരുമൊക്കെ ചെയ്യുവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? കൂടുതൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ടാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. അതാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഷോർട്ട് സർക്യൂട്ട് രണ്ട് ലൈവ് വയേഴ്സ് അതായത് ഫേസ് വയേഴ്സ് തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാവുന്നു, അതാണ് ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇതെന്താണ്? ഇത് നമുക്ക് കാണുമ്പോഴായോ ഓവർലോഡിങ് ആണല്ലേ? ഇവിടെ എന്താണ് കൂടുതൽ ഈ ഒരു സർക്യൂട്ടിൽ അനുവദിച്ചിട്ടുണ്ട് അതിനേക്കാളും കൂടുതൽ പവറുള്ള എക്യുപ്മെന്റ്സ്. ഇപ്പോൾ കുറേ കണക്ഷൻസ് പ്ലഗുകൾ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് ഓരോന്നും പോകുന്ന ഓരോ എക്യുപ്മെന്റ്സിലേക്കാണല്ലേ? അപ്പോൾ ഓരോ എക്യുപ്മെന്റ്സിലും ഓരോ പവറല്ലേ ഉള്ളൂ. അപ്പം കൂടുതൽ പവറുള്ള ഉപകരണങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയും എന്താണ് കൂടുതലായിട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. അതും എന്തിനു കാരണമാവുന്നുണ്ട്? തീപിടുത്തം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഈ ചെറുതായിട്ട് സ്പാർക്ക് വരും, ആ സ്പാർക്ക് പിന്നെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് വലിയ തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇതാണെന്നുള്ള. അപ്പം ഇതാണ് ഓവർലോഡിങ്ങും അതുപോലെ തന്നെ ഇത് എന്താണ് ഷോർട്ട് സർക്യൂട്ട് എന്നും പറയും. അപ്പം എന്താണ് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓവർലോഡിങ്ങിനെ കുറിച്ചും ഷോർട്ട് സർക്യൂട്ടിനെയും കുറിച്ചും. അപ്പം എന്താ നോക്കുക. വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ദാറ്റ് ക്യാൻ കോസ് എക്സസ് കറണ്ട് ഇൻ എ സർക്യൂട്ട്? ഒരു സർക്യൂട്ടിൽ എക്സസ് കറണ്ട് ഉണ്ടാവാനുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഓവർലോഡിങ്ങും അതുപോലെ ഉണ്ടല്ലോ ഓവർലോഡിങ്ങും അതുപോലെ തന്നെ എന്താണ് ഷോർട്ട് സർക്യൂട്ടും. അപ്പം എന്താണ് ഷോർട്ട് സർക്യൂട്ട്? ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നു നോക്കിയേ. ഷോർട്ട് സർക്യൂട്ട് ഒക്കേഴ്സ് എപ്പോഴാണ്? വെൻ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് എ ബാറ്ററി. ഒരു ബാറ്ററിയുടെ കേസിൽ പറയുകയാണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ടെർമിനലും അത് കോണ്ടാക്റ്റ് വരിക. അല്ലെങ്കിൽ എന്താണ് ടു വയേഴ്സ് ഇൻ ആൻ AC മെയിൻ, അതായത് ഫേസ് ലൈൻ വയർ അല്ലെങ്കിൽ എന്താണ് ലൈവ് വയർ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത്, അത് കോണ്ടാക്റ്റ് വരിക വിത്ത് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ്. അവിടെ പ്രതിരോധം ഒന്നും കാണുകയല്ല കേട്ടോ. പ്രതിരോധം ഒന്നുമില്ലാതെ കൂടുതലായിട്ട് ഇങ്ങനെ കോണ്ടാക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ലൈവ് വയേഴ്സ് തമ്മിൽ കോണ്ടാക്റ്റ് വരിക അല്ലെങ്കിൽ എന്താണ് ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കോണ്ടാക്റ്റ് വരിക. മനസ്സിലാവുന്നില്ല? അപ്പോൾ അവിടെ റെസിസ്റ്റൻസും വളരെ കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് എന്ത് സംഭവിക്കുന്നത്? ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താണ് എക്സസീവ് കറണ്ട് ഫ്ലോ ആണ് അവിടെ ഉണ്ടാകുന്നത് കേട്ടോ. വിച്ച് ക്യാൻ ലീഡ് ടു വേരിയസ് ഹസാർഡ്സ് ലൈക്ക് ഫയർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. മനസ്സിലാവുന്നുണ്ടോ? അതാ മലയാളം മീഡിയത്തിലെ കുട്ടികൾക്കും എഴുതിയിട്ടുണ്ട് കേട്ടോ. ബാറ്ററിയിൽ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ AC മെയിൻസിലെ രണ്ട് വയറുകൾ തമ്മിലോ തുച്ഛമായ പ്രതിരോധത്തോടു കൂടി സമ്പർക്കത്തിൽ വരുന്നതാണ് ഷോർട്ട് സർക്യൂട്ട്. അതിൻ്റെ ഫലമായിട്ട് അമിതമായിട്ട് വൈദ്യുത പ്രവാഹം ഉണ്ടാവുന്നു. ക്ലിയർ ആയല്ലോ? ഇനി ഓവർലോഡിങ് അത് നോക്കിയേ. എക്സസ് കറന്റ് ആൻഡ് സബ്സിക്വന്റ് ഡേഞ്ചേഴ്സ് ക്യാൻ ഓൾസോ അറൈസ് ഇൻ എ സർക്യൂട്ട് വെൻ എ ഡിവൈസ് വിത്ത് പവർ മോർ ദാൻ ദ പെർമിസിബിൾ ലിമിറ്റ്. മനസ്സിലായല്ലോ?
or many devices that consume excessive power are connected. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അല്ലേ, ഒരു സർക്യൂട്ടിൽ അനുവദനീയമായതിനേക്കാളും ഇല്ലേ, പെർമിസിബിൾ ആയിട്ടുള്ള ഒരു ലിമിറ്റ് ഉണ്ട്, അതിനേക്കാളും കൂടുതൽ പവർ ഉള്ള ഉപകരണമോ അല്ലെങ്കിൽ കൂടുതൽ പവർ വിനിയോഗിക്കത്തക്ക രീതിയിൽ ധാരാളം ഉപകരണങ്ങളോ കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, അമിത വൈദ്യുതപ്രവാഹം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലേ, ക്ലിയർ ആകുന്നുണ്ടോ? അതും എന്താണ്, എക്സസീവ് കറണ്ട് ഫ്ലോ ആണ് അവിടെ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന അമിത വൈദ്യുതപ്രവാഹമാണ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഓവർലോഡിങ്ങും അതുപോലെ തന്നെ എന്താണ്, ഷോർട്ട് സർക്യൂട്ടും, ഈ ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും മൂലമാണ് എന്താണ് വലിയ വലിയ അപകടങ്ങൾ അല്ലെ, ഇലക്ട്രിസിറ്റി പരമായിട്ടുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വീടുകളിലൊക്കെ മിക്കപ്പോഴും നമ്മൾ കടകളൊക്കെ കത്തി നശിച്ചു എന്ന് പറയും. അതിൻ്റെ റീസൺ എന്താണ്, ഷോർട്ട് സർക്യൂട്ട് മൂലമാണ്. ക്ലിയർ ആണെന്നുള്ള. അപ്പം പ്രോപ്പറായിട്ട് അതൊക്കെ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കെല്ലാം പ്രതിരോധിക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇനി അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു തരാം. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈ ഈസ് ദാറ്റ് 2000 വാട്ട് ഇൻഡക്ഷൻ കുക്കർ ഈസ് നോട്ട് യൂഷ്വലി കണക്റ്റഡ് ടു എ നോർമൽ പ്ലഗ്? വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും ഇൻഡക്ഷൻ കുക്കർ ഉണ്ടല്ലോ. ഇൻഡക്ഷൻ കുക്കർ ഒന്നും സാധാരണ പ്ലഗിൽ നമ്മൾ കണക്ട് ചെയ്യാറില്ല, പവർ പ്ലഗ് അല്ല, അതായത് 3 പിൻ പ്ലഗിൽ അല്ലെങ്കിൽ പവർ പ്ലഗിലാണ് സാധാരണയായിട്ട് കണക്ട് ചെയ്യുന്നത്. പവർ പ്ലഗ് ഉദ്ദേശിക്കുന്നത് അത് കൂടുതലായിട്ട് എന്താണ്, പവർ നോർമലി ഉള്ള നമ്മളിപ്പം ഫോണൊക്കെ കുത്തുന്നതിന് ചെറിയ 2 പിൻ പ്ലഗിലൊക്കെ ആയിരിക്കുമല്ലോ ഫോണൊക്കെ ചാർജ് ചെയ്യാം. അത്തരത്തിലുള്ള 2 പിന്നിൽ നമ്മൾ ഒരിക്കലും എന്താണ് ഹൈ വാട്ടിലുള്ള ഇങ്ങനെയുള്ള ഡിവൈസുകളൊന്നും കണക്ട് ചെയ്യാറില്ല. അതിന് കാരണം എന്താണ്, അവിടെ എന്താണ് കൂടുതൽ കറണ്ട്, ആ ഡിവൈസുകളൊക്കെ കൂടുതൽ കറണ്ട് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലഗ് ഉണ്ടല്ലോ, ആ പ്ലഗിന് അത്രയും കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയല്ലോ, അപ്പോൾ അത് ഊരിപ്പോവും. ക്ലിയർ ആയല്ലോ? അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എ നോർമൽ പ്ലഗ് ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് വയേഴ്സ് ആർ ഡിസൈൻ ടു വിത്ത്സ്റ്റാൻഡ് എ കറന്റ് ഓഫ് 5 ആംപിയർ. അതായത് ഒരു നോർമൽ പ്ലഗ് ഉണ്ടല്ലോ, അതിലെ കണക്റ്റിംഗ് വയേഴ്സും അതിലൂടെ ഒഴുകുന്ന മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞാൽ 5 ആംപിയർ ആയിരിക്കും. സാധാരണ പ്ലഗും അതിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന വയറുകളും 5 ആംപിയർ വൈദ്യുതപ്രവാഹം താങ്ങാവുന്ന വിധത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ നോക്കിയേ 2000 വാട്ട് ഇൻഡക്ഷൻ കുക്കർ കൊടുത്തിരിക്കുക, 230 വോൾട്ട് ആണല്ലോ നമ്മുടെ വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടുത്തെ ആംബിയറേജ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. അതായത് വാട്ടേജ് ഡിവൈഡ് ബൈ വോൾട്ടേജ്. വാട്ടേജ് എന്ന് പറഞ്ഞാൽ പവറാണ് കേട്ടോ, 2000 ആണ്, വോൾട്ടേജ് 200 ആണ്. അപ്പോൾ എന്ത് വരും, കറണ്ട് എന്തോരം വരും, 8.7 ആംബിയറേജ് വരും. ആംബിയറേജ് എന്ന് വെച്ചാൽ ഫ്യൂസ് ഉണ്ട്, ആ ഫ്യൂസിൻ്റെ കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ആംബിയറേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും കറണ്ട് വരും. പക്ഷേ ആ ഒരു പ്ലഗിന് എത്രയാണ്, 5 ആംപിയർ മാത്രമേ താങ്ങാൻ സാധിക്കത്തുള്ളൂ. അപ്പം കൂടുതലായിട്ട് കറണ്ട് വരുമല്ലേ ഇവിടെ ഉണ്ടല്ലേ, 2000 വാട്ട് പ്രവർത്തിക്കുമ്പോൾ ഇത്രയും കറണ്ട് വരും. അപ്പം സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും, അത് ബ്രേക്ക് ആയിപ്പോവും ഇല്ല. അപ്പം ഓവർലോഡിങ് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്ലഗിന് പറ്റുന്നതിനേക്കാളും കൂടുതലായിട്ട് ഓവർലോഡിങ് വരുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആകുന്നുള്ള. അപ്പം ഇങ്ങനെയുള്ള വലിയ വലിയ പവർ ഉപയോഗിക്കുന്ന ഡിവൈസുകളൊക്കെ നമ്മളെങ്ങനെയാണ് എപ്പോഴും 3 പിൻ പ്ലഗ് അല്ലെങ്കിൽ പവർ പ്ലഗിലൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്. അതിന് കൂടുതൽ ആംബിയറേജ് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? എഴുതിയിട്ടുണ്ട് കേട്ടോ, നോക്കുക. ദിസ് മീൻസ് ദാറ്റ് മോർ കറണ്ട് ദാൻ പെർമിസിബിൾ ലിമിറ്റ് വിൽ ഫ്ലോ ത്രൂ ദ സർക്യൂട്ട്. Connecting an appliance with a higher power than permitted in a circuit in this manner is overloading. മനസ്സിലായല്ലോ? Therefore, connecting a high power appliance from a normal plug or using an extension cord to connect multiple devices or using multiple plug to connect more devices will cause overloading. ഞാൻ കാണിച്ചില്ലേ, ചിത്രം കാണിച്ചില്ലായിരുന്നോ, മുമ്പ് ഒരു ചിത്രം കാണിച്ചില്ലായിരുന്നോ? ആ ചിത്രത്തിൽ കണ്ടില്ല എന്തുമാത്രം ഇതാണ് വെച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പം ആ കൊടുത്തിരിക്കുന്ന ആ പ്ലഗിന് എന്താണ് ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതിൽ കൂടുതൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഓവർലോഡിങ് സംഭവിക്കും. മനസ്സിലായോ? സർക്യൂട്ടിൽ അനുവദനീയമായതിനേക്കാൾ അധികം കറണ്ട് ഇവിടെ ഒഴുകി ഇല്ലേ, 8.7 ആംപിയർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, കൂടുതൽ പവറുള്ള ഉപകരണം ഘടിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഓവർലോഡിങ് സംഭവിക്കും. അതിനാൽ പവർ കൂടിയ ഉപകരണം ഘടിപ്പിക്കുന്നതും പ്ലഗിൽ എക്സ്റ്റൻഷൻ കോഡ് ഉപയോഗിച്ച് കൂടുതൽ ഉപകരണം, കുറച്ചൊക്കെ എക്സ്റ്റൻഷനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്, പക്ഷേ അത് ഉപയോഗിച്ച് ഒരുപാട് ഉപകരണങ്ങളൊന്നും പ്രവർത്തിപ്പിക്കാൻ പാടില്ല കേട്ടോ. മൾട്ടിപിന്നൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഓവർലോഡിങ്ങിന് കാരണമാവും. അതുവഴിയായിട്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്പാർക്കിൽ നിന്നാണ് വലിയ തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെയൊക്കെ അറിവിലേക്കും കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അതൊക്കെ അറിയാൻ മേലായിരിക്കാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഓക്കെ ആണല്ലോ? ഇനി ഇങ്ങനെയുള്ള കേസസിൽ, അതായത് നമ്മുടെ വീടുകളിൽ ഇപ്പം ഓവർലോഡിങ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് നമുക്കറിയാമല്ലോ, നമ്മളെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ ഓവർലോഡിങ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സംരക്ഷിക്കാൻ, നമ്മുടെ വീട്ടിലുള്ള അപ്ലയൻസസുകളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കും? വാട്ട് ആർ ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ടു പ്രൊട്ടക്ട്
ഹൗസ് ഹോൾഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയാണ് ഉണ്ടാകുന്ന ചാൻസസ് ഉള്ള എന്തൊക്കെയാണ്, ഡാമേജ് ആകാനുള്ള ചാൻസസ് ഏതൊക്കെയാണ്? ഓവർലോഡിങ് ഇല്ലേ, ഒന്ന് ഏതാണ് ഓവർലോഡിങ് ഇല്ലേ, ഓവർലോഡിങ്ങോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ. ഷോർട്ട് സർക്യൂട്ട് നമുക്ക് അറിയില്ല ഇല്ലേ, നമുക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല, വയറ് ഇങ്ങനെ ഭിത്തിക്കുള്ളിലാണല്ലോ, അപ്പം സംഭവിക്കുക. അപ്പം അങ്ങനെയുള്ള സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രിക്കോഷൻ നമുക്ക് എങ്ങനെ എടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പം ഇലക്ട്രിക്കൽ അപ്ലയൻസിനെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള കുറച്ച് സംവിധാനങ്ങളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ. അതെ, 3 പിൻ പ്ലഗ് അറിയാം. ഇതൊക്കെ എന്താണ്, ഫ്യൂസ് ആണ് കേട്ടോ. ഫ്യൂസ്, ELCB, MCB ഇല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഹൗസ് ഹോൾഡ് സർക്യൂട്ട് നമ്മൾ പഠിച്ചപ്പോൾ MCB, ELCB ഒക്കെ കണക്ട് ചെയ്യുന്നത് പറഞ്ഞില്ലായിരുന്നോ. അപ്പം അതൊക്കെ കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, സുരക്ഷ കിട്ടും. ഇൻ കേസ് എന്തെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെ കൂടുതൽ കറണ്ട് വരുവാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. ഫുള്ളേ അങ്ങനെയല്ലേ വരുന്നത്, ഫുൾ കറണ്ട് കട്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചില ഡിവൈസസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഗാർഹിക വൈദ്യുതി വിതരണത്തിൽ ഉറപ്പുവരുത്തുന്ന മാർഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ്? സേഫ്റ്റി ഫ്യൂസ് കേട്ടോ, സുരക്ഷാ ഫ്യൂസ് എന്ന് പറയും. അതുപോലെ തന്നെ ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, 3 പിൻ പ്ലഗ് ആൻഡ് എർത്തിങ് ആർ കോമൺലി യൂസ്ഡ് സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്. ഹൗസ് ഹോൾഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഡിവൈസുകളാണ് ഇത്. ഏതൊക്കെയാണ്? സേഫ്റ്റി ഫ്യൂസ്, ഇതാണ് കേട്ടോ സേഫ്റ്റി ഫ്യൂസ്. കണ്ടില്ലേ, നമ്മളിതില്ലേ ഇവിടെ നമ്മൾ വെക്കാറുണ്ട്, സേഫ്റ്റി ഫ്യൂസ് വെക്കാറുണ്ട്. ഇതൊരു സേഫ്റ്റി ഫ്യൂസ് ആണ്, നമ്മുടെ പ്ലഗിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ സേഫ്റ്റി ഫ്യൂസ് അല്ല, അതും സേഫ്റ്റി ഫ്യൂസ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ വയർ വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എക്സസ് കറണ്ട് വന്നു കഴിയുമ്പോൾ ഇത് ബ്രേക്ക് ആയിപ്പോവും. ക്ലിയർ ആയാലും. ഇത് MCB ആണ്, നമ്മുടെ 3 പിൻ പ്ലഗ്. 3 പിൻ പ്ലഗ് കണക്ട് ചെയ്യുന്നത് എന്തിനാണ്? എർത്ത് ഇല്ലേ, എർത്ത് ഉണ്ടല്ലേ, ഇത് നമ്മൾ പഠിച്ചല്ലേ, എർത്ത് ഉണ്ട്. എർത്തിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് സേഫ്റ്റി തരും ഇല്ലേ. അതുപോലെ തന്നെ ELCB, എർത്തിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സർക്യൂട്ട് എല്ലാം ബ്രേക്കായി എല്ലാം കറണ്ട് എല്ലാം കട്ടായി പോകും. അതിനുവേണ്ടിയാണ് നമ്മൾ ELCB, അതായത് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആദ്യമേ നമുക്ക് നോക്കാനുള്ളത് സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സേഫ്റ്റി ഫ്യൂസ്. ഇതെല്ലാം സേഫ്റ്റി ഫ്യൂസുകളാണ് കേട്ടോ. നോക്കാം, സേഫ്റ്റി ഫ്യൂസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഓവർലോഡിങ്ങോ ഇല്ല, ഓവർലോഡിങ് വരാം, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലൈറ്റനിങ് ഒക്കെ ഇടിമിന്നലൊക്കെ ഉണ്ടായാലേ, മിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്കറിയാം ചെറിയ സ്പാർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എങ്ങനെ എന്ത് സംഭവിക്കുന്നുണ്ട്, കൂടുതലായിട്ട് കറണ്ട് നമ്മുടെ സർക്യൂട്ടിലേക്ക് കയറി വരും കേട്ടോ. നമ്മുടെ സർക്യൂട്ടിൽ കൂടെ കൂടുതൽ അമിതമായിട്ട് വൈദ്യുതപ്രവാഹം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സർക്യൂട്ട് ബ്രേക്ക് ആയിട്ട് കറണ്ടൊക്കെ പോവും. ഇപ്പോൾ ഇടിമിന്നലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഒരു മിന്നൽ പോലെ വന്നിട്ട് സ്പാർക്ക് പോലെ വന്നിട്ട് ഇലക്ട്രിസിറ്റി എല്ലാം പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാം നമ്മൾ ഏതൊക്കെ പ്ലഗുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം അടിച്ചു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്ലയൻസിനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അതാ നോക്കുക, അതാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സേഫ്റ്റി ഫ്യൂസ് നമ്മുടെ ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടല്ലോ, ഹീറ്റിംഗ് എഫക്റ്റുമായിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് കേട്ടോ. നോക്കാം, ഓവർലോഡിങ്, ഷോർട്ട് സർക്യൂട്ട്സ്, ലൈറ്റനിങ്, മനസ്സിലായല്ലോ. എക്സെട്ര ക്യാൻ കോസ് എക്സസീവ് കറണ്ട് ഫ്ലോ ത്രൂ എ സർക്യൂട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓവർലോഡിങ്, ഷോർട്ട് സർക്യൂട്ട്, മിന്നൽ ഇല്ല, ഇതുവഴിയൊക്കെയാണ് കൂടുതൽ എക്സസ് കറണ്ട് നമ്മുടെ സർക്യൂട്ടിലേക്ക് വരാം. എ സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ് that to protect living beings and equipment from the dangers caused by this. സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന്, ഓവർലോഡിങ്, ഷോർട്ട് സർക്യൂട്ട്, ലൈറ്റനിങ്, അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് ജീവജാലങ്ങളെയും അതുപോലെ തന്നെ ഉപകരണങ്ങളെയും സംരക്ഷിക്കാനുള്ള ഡിവൈസാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇറ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. ചോദിക്കാം കേട്ടോ, സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, അതിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊരു വയറുണ്ട്, ഒരു മെറ്റൽ വയറുണ്ട്. കൂടുതൽ എക്സസ് കറണ്ട് വന്നു കഴിയുമ്പോൾ എന്താണ്, ആ മെറ്റൽ വയർ അവിടെ ബ്രേക്ക് ആയി പോവും, പൊട്ടിപ്പോവും. അപ്പോൾ എന്താണ്, എക്യുപ്മെൻറ്റ് സേഫ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ എൻ്റെ സർക്യൂട്ട് അവിടെ സേഫ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പം ഈ സേഫ്റ്റി ഫ്യൂസിന്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്യൂസ് വയർ ആണ് കേട്ടോ. ഫ്യൂസ് വയർ ആണ് ഈ സേഫ്റ്റി ഫ്യൂസിൻ്റെ. ഇത് നമ്മളിങ്ങനെ കണക്ട് ചെയ്യാറുണ്ട്, ഇവിടെ ഒരു വയർ വെച്ച് കണക്ട് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒരു വേറെ വയറുണ്ടോ, അതിനെ പറയുന്ന പേരാണ് ഫ്യൂസ് വയർ എന്നാണ് പറയുന്നത് കേട്ടോ. ഫ്യൂസ് വയർ ഈസ് എ മെയിൻ പാർട്ട് ഓഫ് ദി എന്നാണ് സേഫ്റ്റി ഫ്യൂസ്. ഈ ഫ്യൂസ് വയർ ഉണ്ടാക്കിയിരിക്കുന്ന അലോയീസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അലോയി ഓഫ് ടിൻ ആൻഡ് ലെഡ്, ഓർത്തണം കേട്ടോ. ഇതൊക്കെ പോയിന്റുകളാണ് കേട്ടോ, മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. അലോയി ഓഫ് ടിൻ ആൻഡ് ലെഡ് കേട്ടോ.
ലെഡിൻ്റെയും അതുപോലെ തന്നെ ടിന്നിൻ്റെയും കേട്ടോ ഒരു അലോയി, ഒരു ലോഹസങ്കരങ്ങൾ അതുപയോഗിച്ചിട്ടാണ് ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരമാണ് എന്തെന്ന് പറയുന്നത് ഫ്യൂസ് വയർ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫ്യൂസ് വയറിന് മറ്റൊരു പ്രത്യേകതയാണ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ലോ മെൽറ്റിംഗ് പോയിന്റ്. ഈ 3 കാര്യങ്ങൾ ഓർത്തോണം കേട്ടോ. അപ്പോൾ സേഫ്റ്റി ഫ്യൂസിൻ്റെ മെയിൻ പാർട്ട് ഏതാണ്? ഫ്യൂസ് വയർ ആണ്. അത് ഹീറ്റിംഗ് എഫക്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. പറയുന്ന കൂട്ടത്തിൽ പഠിച്ചു പോവുക കേട്ടോ. അടുത്ത പോയിന്റ് ഏതാണ്? സേഫ്റ്റി ഫ്യൂസിൻ്റെ മെയിൻ പാർട്ട് ഏതാണ്? ഫ്യൂസ് വയർ ആണെന്ന് പറഞ്ഞു. ഫ്യൂസ് വയർ ഈസ് ആൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. ഫ്യൂസ് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിന്നിൻ്റെയും ലെഡിൻ്റെയും ഒരു അലോയ് ആണ്. അതിൻ്റെ അനന്തര പ്രത്യേകതയാണ് എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ്. ഇറ്റ് ഹാസ് എ റിലേറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഈ 3 പോയിന്റുകൾ നിങ്ങൾ ഓർത്തോണം. ക്ലിയർ ആയാലോ? അത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഫ്യൂസ് വയർ. ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഫ്യൂസ് വയർ ആണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? ഇറ്റ്സ് ആൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് കേട്ടോ. ഫ്യൂസ് വയർ എന്ന് വെച്ചാൽ ഇറ്റ്സ് അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് യൂസ്ഡ് ടു മേക്ക് ഫ്യൂസ് വയർ. ഫ്യൂസ് വയർ ഹാസ് എ റിലേറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിന്റ്. കണ്ടോ, ഇനി പറഞ്ഞ 3 പോയിന്റുകൾ ഓർത്തണം കേട്ടോ. മെയിൻ പാർട്ട് ഓഫ് സേഫ്റ്റി ഫ്യൂസ് ഇസ് എ ഫ്യൂസ് വയർ. അത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫ്യൂസ് വയർ എങ്ങനെയാണ്? അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് ഓൾസോ ലോ മെൽറ്റിംഗ് പോയിന്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളുക. ഇനി ഈ ഓരോ സർക്യൂട്ടിലും അനുയോജ്യമായിട്ടുള്ള ഫ്യൂസ് വയർ, എല്ലാത്തിലും ഒരേ ഫ്യൂസ് വയർ അല്ല വർക്ക് ചെയ്യുന്നു കേട്ടോ. അപ്പം ഓരോന്നിനും ഓരോ മെൽറ്റുള്ള ആംബിയറേജ് ഉണ്ടല്ലോ, അതിനനുസരിച്ചുള്ള ഫ്യൂസ് വയർ ആണ് ഓരോ ഡിവൈസിലും അതുപോലെ തന്നെ സർക്യൂട്ടിലും ഒക്കെ കണക്ട് ചെയ്യുന്നത്. നമുക്ക് എടുത്തിരിക്കുന്ന ചെറിയ ചെറിയ ഡിവൈസുകൾ, പ്ലഗ് ഒക്കെ ഇല്ല, അതിലൊക്കെ ഫ്യൂസ് ഉണ്ട്. ചെറിയ ചെറിയ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ എന്താണ് ഫ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പം ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഫ്യൂസ് വയർ ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഇൻ കേസ് എക്സസീവ് കറണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഫ്യൂസ് വയർ മെൽറ്റ് ആയി പോകും. അപ്പോൾ ഡിവൈസ് സേഫ് ആയിട്ടിരിക്കുന്നു. ഡിവൈസിന് വേറെ സർക്യൂട്ടിലൊന്നും പ്രശ്നമൊന്നും ഉണ്ടായാലും ഫ്യൂസ് വയർ നമ്മൾ മാറ്റി വെച്ചാൽ മതി. അങ്ങനെ അപ്ലയൻസ് നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഫോർ ഈച്ച് സർക്യൂട്ട് യൂസ് എ ഫ്യൂസ് വയർ വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് ഫോർ ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. ആ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് ഉണ്ടല്ലോ, അതിന് അനുയോജ്യമായിട്ടുള്ള ആംബിയറേജിലുള്ള ഫ്യൂസ് വയർ ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് സേഫ്റ്റി ഫ്യൂസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കും. പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഞാൻ പറഞ്ഞു, ഈ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചോളുക. ഇനി ദാ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിച്ച് ആർ ദ സിറ്റുവേഷൻസ് ദാറ്റ് കുഡ് ലീഡ് ടു എക്സസീവ് കറന്റ് കോസിങ് ദ ഫ്യൂസ് വെയർ ടു മെൽറ്റ്. ഫ്യൂസ് വെയർ ഉരുകി പോകാൻ ഇടയാക്കുന്ന അമിതമായ വൈദ്യുതപ്രവാഹം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഓവർലോഡിങ് അല്ലേ, ഓവർലോഡിങ് ഉണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ടിങ് അല്ലേ, ഓവർലോഡിങ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട്. ഇത് രണ്ടും ഇത് മൂലം എന്താണ്? എക്സസീവ് കറന്റ് വരും. ദെൻ ഹൗ ഈസ് എ ഫ്യൂസ് വെയർ കണക്റ്റഡ് ഇൻ ദ സർക്യൂട്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫ്യൂസ് വെയർ ശ്രേണി രീതിയിൽ അല്ലെങ്കിൽ സീരീസ് ആയിട്ടാണ് നമ്മൾ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഇതും പോയിന്റ് ആണ് കേട്ടോ. ഫ്യൂസ് വെയറിന്റെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അതിൽ ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഫ്യൂസ് വെയർ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സർക്യൂട്ടിൽ നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂസ് വെയറിന്റെ പോയിന്റുകൾ ഒരു പോയിന്റ് കൂടെ ആയിക്കോട്ടെ. നമ്മൾ പറഞ്ഞായിരുന്നു ഫ്യൂസ് വെയർ എന്ന് വെച്ചാൽ എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണെന്ന് പറഞ്ഞു, അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്യൂസ് വെയർ ആണെന്ന് പറഞ്ഞു. അത് ഹീറ്റിംഗ് എഫക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നും പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആണ്, അത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ, ശ്രേണി രീതിയിൽ. ഓക്കെ ആണല്ലോ ഫ്യൂസ് വെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ദാറ്റ് ഈസ് എ MCB. MCB എന്ന് വെച്ചാൽ എന്താണ്? ഫുൾ ഫോം നോക്കോട്ടെ. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഫ്യൂസ് ഉണ്ടല്ലോ, ഫ്യൂസിന് പകരമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് MCB എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലുണ്ടല്ലോ നമ്മുടെ ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിൻ്റെ ഉള്ളിൽ കാണുന്നതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ല, ഇങ്ങനെ MCB ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്യൂസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് MCB എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻ കേസ് ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ മൂലം കൂടുതലായിട്ട് എക്സസ് കറണ്ട് വരുവാന്ന് വിചാരിച്ചു. അങ്ങനെ എക്സസ് കറണ്ട് വരുമ്പം എന്താണ്? ഈ MCB ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇപ്പോൾ ഓൺ പൊസിഷൻ, ഇത് താഴേക്ക് ഡൗൺ ആയിട്ട് കിടക്കും, താഴെ ഓഫായി കിടക്കും കേട്ടോ. അപ്പോൾ അത് ട്രിപ്പ് ആകുമെന്നൊക്കെ പറയും. നിങ്ങളുടെ പേരൻസ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രിപ്പ് ആകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? കൂടുതലായിട്ട് കറണ്ട് വരും, എന്തെങ്കിലും കേസ് വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. താഴോട്ട് ഈ സാധനം ഇങ്ങനെ താഴോട്ട് കിടക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ട്രിപ്പായിട്ട് ഓഫായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പിന്നെ എല്ലാം നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഓൺ ആക്കി വെച്ചാൽ മതി. മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ എന്തായിട്ടിരിക്കും? ഓൺ ആയിട്ടിരിക്കും കേട്ടോ. ഇത് ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ മാഗ്നറ്റിക് എഫക്റ്റും ഹീറ്റിംഗ് എഫക്റ്റും അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. ദാറ്റ് ഈസ് MCB.
അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. MCB is a device used in branch circuit instead of safety fuse. സേഫ്റ്റി ഫ്യൂസിന് പകരമായിട്ട് കൊടുക്കുന്ന ഒരു സർക്യൂട്ടിൽ കൊടുക്കുന്ന ഡിവൈസ് ആണ് MCB. ചോദിക്കാം കേട്ടോ. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? അതാ നോക്കട്ടോ, പോയിന്റുകളാണ് കേട്ടോ. വെൻ there is excess current in a circuit due to short circuit overload, അതുമൂലം ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡിങ് മൂലം എക്സസ് കറണ്ട് വരുവാണെങ്കിൽ MCB ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റ്സ് ആൻഡ് ഡിസ്കണക്ട്സ് ദ സർക്യൂട്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പറേറ്റ് ആയിട്ട് ഡിസ്കണക്ട് ചെയ്യും. അതായത് ട്രിപ്പ് ആവുക എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ട്രിപ്പ് ആവുക എന്ന് പറയും. ആഫ്റ്റർ റിസോൾവിംഗ് ദ സർക്യൂട്ട് പ്രോബ്ലം ദ MCB സ്വിച്ച് ക്യാൻ ബി ടേൺഡ് ഓൺ ടു റീസ്റ്റോർ ദ സർക്യൂട്ട് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. നമ്മൾ എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് നമ്മൾ ഓൺ ആക്കും കേട്ടോ. അപ്പം സുരക്ഷയാണ് അവിടെ. നമ്മുടെ അപ്ലയൻസിനോ അല്ലെങ്കിൽ മറ്റു സർക്യൂട്ടിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായാലും ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ആയിട്ട് പോകും. ക്ലിയർ ആയല്ലോ? നമുക്ക് പിന്നെ അത് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ഓൺ ആക്കി വെച്ചാൽ മതി. അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? MCB വർക്ക്സ് ബൈ യൂട്ടിലൈസിങ് ദ മാഗ്നറ്റിക് എഫക്റ്റ് ആൻഡ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓർത്താണ് കേട്ടോ. MCB വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? മാഗ്നറ്റിക് ആൻഡ് ഹീറ്റിംഗ് എഫക്റ്റ്. സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ്? ഹീറ്റിംഗ് എഫക്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഉരിപ്പോവും. ഇവിടെ മാഗ്നറ്റിക് എഫക്റ്റും ഉണ്ട്, അതാണ് ഓട്ടോമാറ്റിക് ആയിട്ട് കേട്ടോ കട്ടായി പോകുന്നത്. മാഗ്നറ്റിക് എഫക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഹീറ്റിംഗ് എഫക്റ്റിലും വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് MCB അല്ലെങ്കിൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ ആണല്ലോ? മലയാള മീഡിയത്തിലെ കുട്ടികൾക്കും എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, അതേ കാര്യങ്ങൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചു നോക്കി മനസ്സിലാക്കുക കേട്ടോ. ദെൻ അടുത്ത ഡിവൈസ് ആണ് ദാറ്റ് ഈസ് ELCB അല്ലെങ്കിൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും കേട്ടോ. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഇപ്പം എന്തെങ്കിലും ഫെയിലിയർ മൂലം, ഇപ്പം ഇൻസുലേഷൻ ഫെയിലിയർ മൂലമോ അല്ലെങ്കിൽ എന്താണ് കറണ്ട് എന്തെങ്കിലും കാരണവശാൽ കറണ്ട് ലീക്ക് ചെയ്യുക. അപ്പോൾ എന്താണ്, നമ്മളൊരു അപ്ലയൻസസ് തൊട്ട് കഴിയുമ്പോൾ എന്താണ് ഇൻസുലേഷൻ ഫെയിലിയർ മൂലമാണെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ELCB നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോവും. ക്ലിയർ ആകുന്നുള്ള പറഞ്ഞപ്പം ഹൗസ് ഹോൾഡിലൊക്കെ നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ELCB വെക്കുന്നത്. നമ്മൾ ഹൗസ് ഹോൾഡ് സർക്യൂട്ട് കണ്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യമേ മെയിൻ ഫ്യൂസ് കഴിഞ്ഞിട്ട് ആദ്യമേ നമ്മൾ വെക്കുന്ന ELCB ആണ് കേട്ടോ. മെയിൻ ഫ്യൂസ്, മെയിൻ സ്വിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ELCB ആണ് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താണ് MCB ഒക്കെ കണക്ട് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഇൻസുലേഷൻ ഫെയിലിയർ വരുവാണെങ്കിൽ ELCB കട്ടായി പോവും. പുറമേ എന്താണ് MCB അവിടെ കട്ടായി പോകും. അപ്പം ഫുള്ളായിട്ട് കറണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം സർക്യൂട്ടിൽ ELCB കണക്ട് ചെയ്യുന്നു. അപ്പം കൂടുതലായിട്ട് ഇൻസുലേഷൻ ഫെയിലിയർ വരുവാണെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ELCB കണക്ട് ചെയ്യുന്നത് കേട്ടോ. നോക്കുക, ELCB ഹെൽപ്സ് ടു ഡിസ്കണക്ട് ദ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കലി. എപ്പോഴാണ്? ഇഫ് ദർ ഈസ് കറണ്ട് ലീക്ക് ഡ്യൂ ടു ഇൻസുലേഷൻ ഫെയിലിയർ ഓർ അതർ റീസൺ. ഇൻസുലേഷൻ ഫെയിലിയർ മൂലം കറണ്ട് ലീക്കേജ് വരുവാണെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏതാണ്? ELCB ആണ്. This prevents electric shock to those who come in contact with the electric circuit or device. നമ്മൾ അതിൽ ടച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് അടിക്കും. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ELCB. എന്തെങ്കിലും ഇൻസുലേഷൻ ഫെയിലിയർ വരുവാണെങ്കിൽ ഇത് കട്ടായി പോകും. മനസ്സിലായല്ലോ? ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക് സർക്യൂട്ട് ബ്രാഞ്ച് സർക്യൂട്ട് സ്റ്റാർട്ട്സ് ആഫ്റ്റർ ദി ELCB അല്ലേ? ബ്രാഞ്ച് സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ELCB കഴിഞ്ഞിട്ടല്ലേ? മെയിൻ ഫ്യൂസ്, മെയിൻ സ്വിച്ച്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ELCB ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ MCB ഒക്കെ കണക്ട് ചെയ്യുന്നത്. ശരിയാണല്ലോ? അപ്പോൾ സബ്സിക്വൻ്റ്ലി ഈച്ച് ബ്രാഞ്ച് സ്റ്റാർട്ട്സ് വിത്ത് MCB. ഇൻസുലേഷൻ തകരാർ മൂലമോ മറ്റോ സർക്യൂട്ടിൽ കറണ്ട് ലീക്ക് ഉണ്ടായാൽ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായി വിച്ഛേദിക്കപ്പെടാൻ ELCB സഹായിക്കുന്നു. അതുമൂലം എന്താണ്? വൈദ്യുത സർക്യൂട്ടുമായോ ഉപകരണങ്ങളുമായോ സമ്പർക്കത്തിൽ വരുന്നവർക്ക് ഷോക്ക് ഏൽക്കുന്നില്ല. നമ്മൾ ELCBക്ക് ശേഷമാണ് നമ്മൾ ബ്രാഞ്ച് സർക്യൂട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പം ELCB ആണ് നോർമലി വെക്കുന്നത്. ഞാൻ ഇപ്പം RCCB എന്ന് പറഞ്ഞൊരു ഡിവൈസും വെക്കാറുണ്ട് കേട്ടോ. തുടർന്ന് MCB വഴി ഓരോ ശാഖകൾ ആരംഭിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ELCB. പിന്നെ RCCBനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ELCBക്ക് പകരം ഇപ്പം കൂടുതലായിട്ടും RCCB ഒക്കെയാണ് വെക്കുന്നത്. റെസിജ്വൽ കറണ്ട് ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ ആണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇൻസ്റ്റെഡ് ഓഫ് ELCB, RCCB ഈസ് നൗ യൂസ്ഡ് ടു എൻഷുർ ഗ്രേറ്റർ സേഫ്റ്റി. It identifies current leaks by detecting the difference between phase current and a neutral current and then disconnects the circuit. ഫേസ് കറണ്ട്, ന്യൂട്രൽ കറണ്ട് തമ്മിലുള്ള വ്യത്യാസങ്ങളുടെ കറണ്ട് ലീക്ക് തിരിച്ചറിഞ്ഞ് സർക്യൂട്ട് വിച്ഛേദിക്കുന്നുണ്ട്. ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനാണ്. മനസ്സിലായല്ലോ? അപ്പം ഇതെല്ലാം എന്താണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്നതാണ്. ഇനി ഒരു ഡിവൈസും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് 3-pin പ്ലഗ് കേട്ടോ. 3-pin പ്ലഗ് ആൻഡ് എർത്തിങ്. 3-pin പ്ലഗ് നമുക്കറിയാം ഇല്ലേ? 3-pin പ്ലഗ് കണക്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? അതിൽ വലിയ പിന്ന് ഇല്ലേ, വലിയ ഇതുണ്ടല്ലോ. ആ പിന്നെ എന്തിനു വേണ്ടിയാണ്? എർത്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞില്ലേ 3-pin പ്ലഗ് കൂടുതൽ പവർ കൂടിയ അപ്ലയൻസസുകളൊക്കെ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ നോക്കിയേ, വൈദ്യുത സർക്യൂട്ടിൽ എന്താണ് കൂടുതലായിട്ട് സേഫ്റ്റി വരാൻ വേണ്ടി നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ 3-pin പ്ലഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? 3-pin പ്ലഗിന് ഏതാണ്? 3 പിന്നുകളുണ്ടല്ലേ? അതാ നോക്കുക ആണല്ലേ? 3 പിന്നുകളുണ്ട്. അതിൽ നമുക്കറിയാം ഒരെണ്ണം ഈ മേൾഭാഗത്ത് ഈ ഒരു പിന്നിന് എന്താണ് വണ്ണം കൂടുതലായിരിക്കും, തിക്കായിരിക്കും. അതുപോലെ മറ്റ് 2 പിന്നുകളെക്കാളും എങ്ങനെയാണ് നീളവും കൂടുതലായിരിക്കും.
മനസ്സിലായല്ലോ? അപ്പം മറ്റ് 2 പിന്നുകളെ അപേക്ഷിച്ച് എങ്ങനെയാണ്? ഇതിന് വണ്ണവും കൂടുതലായിരിക്കും, അതുപോലെ തന്നെ എങ്ങനെയാണ് നീളവും കൂടുതലായിരിക്കും. ആ സോക്കറ്റും കണ്ടല്ലോ, ഇതാണല്ലോ സോക്കറ്റ്, ഇതിലേക്കാണല്ലോ നമ്മൾ കണക്ട് ചെയ്യുന്നത്. നോക്കുക, ഈ 2 പിന്നുകളുണ്ടോ ഒരേ വലിപ്പമുള്ള, അത് ഏതൊക്കെയാണ്? ഒന്ന് ലൈനും, അത് ഫേസ് ലൈനും, ഒന്ന് ന്യൂട്രലും. കണ്ടില്ലേ, ഒന്ന് ലൈനിലേക്കും കണക്ട് ചെയ്യും, ഒന്ന് ന്യൂട്രലിലേക്കും ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. ദെൻ ഈ മൂന്നാമത്തെ വലിയ പിന്നെ എങ്ങോട്ടാണ്? എർത്തിലേക്ക്. കണ്ടോ, കാണിച്ചിരിക്കുന്നുണ്ടോ? ഗ്രീൻ കളറിൽ കാണിച്ച് എർത്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ബ്ലാക്ക് ഏതാണ്? ന്യൂട്രൽ ആണ് അല്ലേ? ദെൻ എന്താണ്? മറ്റേതാണ് ലൈനുമാണ്. അതായത് കണ്ടില്ല, ഇതൊരെണ്ണം എങ്ങനെയാണ്? ലൈനിലേക്ക് കണക്ട് ചെയ്യും, ലൈനിലേക്ക് കണക്ട് ചെയ്യും. ദെൻ ഇതെങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്? ന്യൂട്രൽ ആണ്. ഇതെവിടെയാണ് കണക്ട് ചെയ്യുന്നത്? എർത്തിലേക്കുമാണ് പോകുന്നത്. മനസ്സിലാകുന്നത്? ഇതിൻ്റെ ഉള്ളിലെല്ലാം ചിത്രങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതാ നോക്കി, എർത്ത് പിന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് താ നോക്കിയേ, ലൈനാണ്, ഒന്ന് ന്യൂട്രലുമാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുക, ഒരു സർക്യൂട്ട്, നമ്മളൊരു ഡിവൈസ് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുക. അപ്പോൾ എന്താണ്? നമുക്ക് ആ പ്ലഗ് വഴി എന്താണ്? ഇത് കണക്റ്റഡ് ആവും. കണക്റ്റഡ് ആയി കഴിയുമ്പോൾ എന്താണ്? ഇതാ ഇവിടെ നോക്കിയേ, ഈ അയൺ ബോക്സിന്റെ ന്യൂട്രലും ഫേസും, ബ്ലാക്ക് ഏതാണ്? ന്യൂട്രലാണ്. ഇത് ന്യൂട്രലാണ്, ഇത് ഏതാണ്? ഫേസ് അല്ലെങ്കിൽ ലൈനാണ്. മൂന്നാമത്തെ ഗ്രീൻ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ദാ ഈ ഭാഗത്താണ്. അതായത് നമ്മുടെ ഡിവൈസിന്റെ മെറ്റാലിക് ബോഡിയിലേക്കാണ് നമ്മളത് കണക്ട് ചെയ്ത്, എർത്ത് പിൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ് മെറ്റാലിക് ബോഡിയിലേക്ക് കണക്ട് ചെയ്യുന്നത്? ഇൻ കേസ് എന്തെങ്കിലും ഇൻസുലേഷൻ ഫെയിലിയറോ വല്ല മൂലം എന്താണ് ഈ മെറ്റാലിക് ബോഡി നമ്മൾ ടച്ച് ചെയ്യുന്ന പാർട്ട് ഇതല്ലേ, ഈ മെറ്റാലിക് ബോഡിയിലേക്ക് എന്താണ് കറണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? എർത്ത് ലൈൻ, എർത്തിങ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരെ എങ്ങോട്ട് പോകും? എർത്ത് വയർ വഴി എർത്തിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? മെറ്റാലിക് ബോഡിയിലേക്ക് വരുന്ന ആ കറണ്ട് എർത്ത് ലൈൻ വഴി എർത്തിലേക്ക് പോകും. അപ്പം എന്താണ് സംഭവിക്കുന്നത്? സേഫ്റ്റി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കറണ്ട് അടിക്കും. അപ്പം പ്രധാനമായിട്ടും പവർ കൂടിയ എക്യുപ്മെന്റ്സ്, പ്രത്യേകിച്ച് എന്താണ് നമ്മുടെ അയൺ ബോക്സ് ഒക്കെ, അയൺ ബോക്സിൽ നിന്നൊക്കെ ഷോക്ക് അടിക്കാന്ന് പറഞ്ഞാൽ അത് വലിയ അപകടമാണ് വരുന്നത് കേട്ടോ. അപ്പം 3 പിൻ പ്ലഗ് വെച്ച് വേണം കണക്ട് ചെയ്യാൻ. കൂടുതൽ പവറുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ 3 പിൻ പ്ലഗ് വെച്ച് കണക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പം എർത്ത് ലൈനെ എപ്പോഴും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടാണ് കേട്ടോ. വെച്ചിട്ടാണ് നമ്മൾ എർത്ത് ലൈനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളുണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. നോക്കിയേ, വിച്ച് ലൈൻ ഡസ് ദ ലെറ്റർ ഇ ഇൻഡിക്കേറ്റ്സ്? എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഈ ഇൻഡിക്കേറ്റ് ചെയ്തില്ല ഇവിടെ കൊടുത്തില്ല. ഈ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? എർത്ത് അല്ലേ, എർത്തിനെയാണ് അവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എർത്ത് ലൈൻ ഇല്ലേ, എർത്ത് ലൈനെയാണ് നമ്മൾ എന്ന് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. വേ ഷുഡ് ദിസ് ലൈൻ ബി കണക്റ്റഡ് ടു ദ ഡിവൈസ്? എർത്ത് ലൈൻ ഉണ്ടല്ലോ, ഈ ഗ്രീൻ ഇല്ലേ, എർത്ത് ലൈൻ ഏത് ഡിവൈസിന്റെ ഇങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെ അല്ലേ. അതേതാണ്? മെറ്റാലിക് ബോഡി ഇല്ലേ, മെറ്റാലിക് ബോഡി എന്ന് പറയാം അല്ലെ, മെറ്റാലിക് ബോഡി. മനസ്സിലാവുന്നുണ്ടോ? ഉപകരണത്തിന്റെ ലോഹ ആവരണം എന്ന് പറയാം അല്ലെ, മെറ്റാലിക് ബോഡി ഓഫ് ദി ഡിവൈസ്, മെറ്റാലിക് ബോഡി ഓഫ് ദ ഡിവൈസ്. ഡിവൈസസിന്റെ ലോഹ ആവരണവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എർത്ത് ലൈൻ. മനസ്സിലായല്ലോ? ഇനി വേർ വിൽ ദ കറന്റ് ഫ്ലോ ഇഫ് എ ഷോർട്ട് സർക്യൂട്ട് ഒക്കേഴ്സ് ഇൻ ദ ഡിവൈസ്? ഈ ഡിവൈസിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഈ ഡിവൈസിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, അപ്പോൾ എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുന്നത്? അത് എർത്തിലേക്ക് പോവും അല്ലേ. ഇങ്ങോട്ടാണ് പറയുന്നത്? എർത്ത് ലൈൻ വഴി ഭൂമിയിലേക്ക് പോവും അല്ലേ, ടുവാർഡ്സ് എർത്ത് എന്ന് പറയാം അല്ലേ. കറണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? കറണ്ട് ഫ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ ടുവാർഡ്സ് എർത്ത്, അത് എർത്തിലേക്ക് പോകുന്നു എന്ന് പറയാം അല്ലേ, ടുവാർഡ്സ് എർത്ത് എന്ന് പറയാം. എർത്തിലേക്ക് അത് ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ എക്സസ് കറണ്ട് വരുവാണെങ്കിൽ അത് എർത്ത് ലൈൻ വഴി എർത്തിലേക്ക് പോകും. വിൽ ദിസ് കോസ് എക്സസ് കറണ്ട് ഫ്ലോ? എക്സസ് കറണ്ട് ഫ്ലോ അല്ലേ അവിടെ ഉണ്ടാകുന്നത് അല്ലേ, മെറ്റാലിക് ബോഡിയിലേക്ക് വരുന്നത്, അതായത് എക്സസ് കറണ്ട് ഫ്ലോ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇഫ് സോ വാട്ട് വിൽ ഹാപ്പൻ ടു MCB ഓർ സേഫ്റ്റി ഫ്യൂസ്? അപ്പം ഈ സിറ്റുവേഷൻസിൽ എന്താണ് നമുക്കിവിടെ സേഫ്റ്റി വരും, എർത്ത് പിന്നിലേക്ക് വരുമ്പോൾ സേഫ്റ്റി വരുവാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ എക്സസ് കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ MCB സേഫ്റ്റി ഫ്യൂസിന് എന്ത് സംഭവിക്കുന്നു? അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചിട്ട് കറണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ എന്താണ്, ഫ്യൂസ് വയർ ആണെങ്കിൽ ഫ്യൂസ് വയർ അവിടെ ഉരുകിപ്പോയിട്ട് പൊട്ടിപ്പോവും, എന്നിട്ട് അവിടെ കറണ്ട് നിൽക്കുകയും ചെയ്യും ഇല്ല. അപ്പോൾ എന്ത് പറയാം? MCB ആണെങ്കിൽ എങ്ങനെയാണ്? MCB ഇല്ലേ, MCB എന്ത് പറയാം? ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റ്സ് എന്ന് പറയാം അല്ലേ, MCB ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റ്സ് അല്ലേ, MCB ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റ്സ് ആൻഡ് ഡിസ്കണക്ട് എന്ന് പറയാം കേട്ടോ, ഡിസ്കണക്ട് ആവും. അതുപോലെ തന്നെ സേഫ്റ്റി ഫ്യൂസ് ആണെങ്കിൽ എങ്ങനെയാണ്? അല്ലെങ്കിൽ ഫ്യൂസ് വയർ ഇല്ലേ, ഫ്യൂസ് വയർ ആണെങ്കിൽ എന്താണ്? ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യുന്നു എന്ന് പറയാം, ഫ്യൂസ് വയർ മെൽസ് എന്ന് പറയാം. അപ്പം എന്നിട്ട് കറണ്ട് അവിടെ കട്ടായി പോവുകയും ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പം അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ഒബ്സർവ് ദി ഫിഗർ ആൻഡ് അനലൈസ് ദ ആൻസേഴ്സ്, ദെൻ പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ 3 പിൻ പ്ലഗ് എൻഷ്യൂർ സേഫ്റ്റി. 3 പിൻ പ്ലഗ് എങ്ങനെയാണ് സേഫ്റ്റി എൻഷ്യൂർ ചെയ്യുന്നതെന്നും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ പറയാമല്ലോ എങ്ങനെയാണ് 3-pin പ്ലഗ് അവിടെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത്. നമ്മുടെ മെറ്റാലിക് പാർട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണല്ലേ. 3-pin പ്ലഗ് മെറ്റാലിക് പാർട്ടുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അത് എന്തെങ്കിലും കേസ് വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? എർത്തിലേക്ക് എർത്തിലുള്ള ഭൂമിയിലേക്ക് പോകും. അല്ലെങ്കിൽ എന്താണ്, ഫ്യൂസ് വയർ പൊട്ടിയിട്ട് അല്ലെങ്കിൽ കറണ്ട് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ വാട്ട് വിൽ ഹാപ്പൻ ടു MCB ഓർ സേഫ്റ്റി ഫ്യൂസ്? എന്താണ് MCB ആക്ട് ആസ് എ ഓട്ടോമാറ്റിക് സ്വിച്ച് കട്ടിംഗ് ഓഫ് ദ കറണ്ട് ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ ഫ്യൂസ് വയർ മെൽസ് ആൻഡ് ബ്രേക്സ് ഓൾസോ കട്ടിംഗ് ഓഫ് ദ കറണ്ട്. അപ്പം അവിടെ കറണ്ട് അവിടെ ഓഫായി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. MCB ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുകയും കറണ്ട് നിലയ്ക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എന്താണ്, ഫ്യൂസ് വയർ ഉരുകി പൊട്ടുകയും കറണ്ട് നിലയ്ക്കുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് 3-pin പ്ലഗ് സുരക്ഷ നൽകുന്നതിനെ കുറിച്ച് കേട്ടോ, അതിനെക്കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കുക. ദ മെറ്റാലിക് കേസിംഗ് ഓഫ് ദി ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഈസ് കണക്റ്റഡ് ടു ദ എർത്ത് ലൈൻ. പറഞ്ഞല്ലോ മെറ്റാലിക് കേസ് 3-pin പ്ലഗ് എങ്ങനെയാണ് നമുക്ക് സുരക്ഷ നൽകുന്നതെന്നാണ് കേട്ടോ. അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഹൗ ദ 3-pin പ്ലഗ് എൻഷുർ സേഫ്റ്റി എന്ന് ചോദിക്കാം കേട്ടോ. എങ്ങനെയാണ്? ദ മെറ്റാലിക് കേസിംഗ് ഓഫ് ദി ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഈസ് കണക്റ്റഡ് ടു ദ എർത്ത് ലൈൻ. Then when there is a short circuit or any other forms of excessive current flow in the appliances, it flows to the ground. ഇല്ലേ, ഗ്രൗണ്ടിലേക്ക് ഫ്ലോ ചെയ്യുവാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ത്രൂ എർത്ത് ലൈൻ വഴിയാണ് ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ദ ഫ്യൂസ് വയർ മെൽസ് ആൻഡ് സ്നാപ്സ്, അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഉരി പോവാന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ ബ്രേക്ക് ആയി പോവാന്ന് പറയാം ഇല്ലേ. ആൻഡ് ഡിസ്കണക്റ്റിംഗ് ദ സർക്യൂട്ട്, എന്നിട്ട് സർക്യൂട്ട് ഡിസ്കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ദിസ് എൻഷുർ സേഫ്റ്റി. അങ്ങനെ സുരക്ഷയോടെ ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. വൈദ്യുതോപകരണത്തിൽ ലോഹ ആവരണം എർത്ത് ലൈനുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. ഉപകരണത്തിൽ ഷോർട്ട് സർക്യൂട്ടോ മറ്റേതെങ്കിലും തരത്തിൽ അമിത വൈദ്യുതപ്രവാഹം ഉണ്ടാകുമ്പോൾ എർത്ത് ലൈനിലൂടെ ഭൂമിയിലേക്ക് ഒഴുകുകയും ഉടൻ തന്നെ ഫ്യൂസ് വയർ ഉരുകി അല്ലെങ്കിൽ ഓഫായി പോയിട്ട് സർക്യൂട്ട് അവിടെ വിച്ഛേദിക്കുകയും ചെയ്യും. അങ്ങനെ സുരക്ഷ അവിടെ ഉറപ്പുവരുത്തുന്നു. അപ്പം ഇതും മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൗ 3-pin പ്ലഗ് എൻഷുർ സേഫ്റ്റി. പഠിക്കുക കേട്ടോ, പോയിന്റുകളാക്കി അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പഠിക്കുക. 2-3 സെൻറ്റൻസ് അല്ലേ ഉള്ളൂ, അപ്പോൾ അതങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ചോദിക്കാൻ ചാൻസ് ഉള്ള സെക്ഷൻസ് ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള ഉപകരണങ്ങളെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെ സംവിധാനങ്ങളാണ് നമ്മൾ പഠിച്ചത്? സേഫ്റ്റി ഫ്യൂസ് അല്ലേ, നമ്മൾ ആദ്യമേ കണ്ടായിരുന്നു. സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ചാണ് ആദ്യമേ കണ്ടത്. സേഫ്റ്റി ഫ്യൂസിൻ്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മെയിൻ പാർട്ട് ഫ്യൂസ് വയർ ആണ്. അത് അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ആണ്. ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ അതെങ്ങനെയാണ്? ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ പഠിച്ചു MCB ആണ്. MCB മാഗ്നറ്റിക് ആൻഡ് ഹീറ്റിംഗ് എഫക്റ്റിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? കൂടുതലായിട്ട് ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ട് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? പിന്നെ നമ്മൾ ELCB പറഞ്ഞു, ഇൻസുലേഷൻ ഫെയിലർ മൂലം വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ELCB കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ട് നമ്മുടെ 3-pin പ്ലഗ് ആണ്. 3-pin പ്ലഗിന് എങ്ങനെയാണ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ ഹൗസ് ഹോൾഡ് സർക്യൂട്ടിലെ അപ്ലയൻസസിനെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഈ 4 ഉപകരണങ്ങൾ. കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു ചെറിയൊരു സെക്ഷൻ കൂടിയാണ് ഇലക്ട്രിക് ഷോക്ക്. ചെറിയ സെക്ഷൻ ആണെങ്കിലും നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. അപ്പം ചെറിയ പ്രായത്തിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്